നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം, ലീലാതിലകത്തിന്റെ മലയാള മണ്ഡലങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? സ്കറിയ സക്കറിയ, എം.ആർ. രാഘവ വാര്യർ, സി.കെ. ചന്ദ്രശേഖരൻ നായർ, ഗോദവർമ്മ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സ്കറിയ സക്കറിയ. സ്കറിയ സക്കറിയയാണ് ലീലാതിലകത്തിന്റെ മലയാള മണ്ഡലങ്ങൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ലീലാതിലകത്തെ അടിസ്ഥാനമാക്കി മറ്റ് ചില പണ്ഡിതന്മാരും ഇങ്ങനെ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഓപ്ഷനിൽ കാണുന്ന 3 പേര്, എം.ആർ. രാഘവ വാര്യർ, സി.കെ. ചന്ദ്രശേഖരൻ നായർ, ഗോദവർമ്മ തുടങ്ങിയവരും ലീലാതിലകത്തെ അടിസ്ഥാനമാക്കി ഇതുപോലെ കൃതികൾ രചിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ സ്കറിയ സക്കറിയയാണ് ലീലാതിലകത്തിന്റെ മലയാള മണ്ഡലങ്ങൾ എന്നുള്ള കൃതി രചിച്ചത്. എം.ആർ. രാഘവ വാര്യർ ലീലാതിലകത്തിന്റെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകം രചിച്ചിട്ടുണ്ട്. എം.ആർ. രാഘവ വാര്യർ ലീലാതിലകത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സി.കെ. ചന്ദ്രശേഖരൻ നായരാണ് ലീലാതിലകത്തിന്റെ സൂത്രഭാഷ്യം എന്നുള്ള കൃതി രചിച്ചത്. ലീലാതിലകത്തിന്റെ സൂത്രഭാഷ്യം എന്ന് പറയുന്നത് സി.കെ. ചന്ദ്രശേഖരൻ നായരുടെ രചനയാണ്. ലീലാതിലകത്തെ അടിസ്ഥാനമാക്കി ലീലാതിലകം ഒരു നിരീക്ഷണം എന്ന് പറയുന്ന രചന ഗോദവർമ്മയുടേതാണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ലീലാതിലകത്തിന്റെ മലയാള മണ്ഡലങ്ങൾ സ്കറിയ സക്കറിയ, ലീലാതിലകത്തിന്റെ രാഷ്ട്രീയം എം.ആർ. രാഘവ വാര്യർ, സി.കെ. ചന്ദ്രശേഖരൻ നായരാണ് ലീലാതിലകത്തിന്റെ സൂത്രഭാഷ്യം എന്നുള്ള കൃതി രചിച്ചിരിക്കുന്നത്. ഗോദവർമ്മ ലീലാതിലകം ഒരു നിരീക്ഷണം. ഇതുകൂടാതെ 1-2 പുസ്തകങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ലീലാതിലകവും പഴയ മലയാളവും രചിച്ചിരിക്കുന്നത് തിരുനല്ലൂർ കരുണാകരൻ. തിരുനല്ലൂർ കരുണാകരനാണ് ലീലാതിലകവും പഴയ മലയാളവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ലീലാതിലകം സാമൂഹിക ഭാഷാ ദൃഷ്ടിയിൽ എന്ന് പറയുന്ന രചന എസ്.ബി. ഷൺമുഖത്തിൻ്റെതാണ്. ലീലാതിലകം സാമൂഹ്യ ഭാഷാ ദൃഷ്ടിയിൽ എന്ന് പറയുന്ന കൃതി എസ്.ബി. ഷൺമുഖത്തിൻ്റെതാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ടി.ബി. വേണുഗോപാല പണിക്കരാണ്. ലീലാതിലകം സാമൂഹിക ഭാഷാ ദൃഷ്ടിയിൽ എന്ന് പറയുന്ന എസ്.ബി. ഷൺമുഖത്തിന്റെ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ലീലാതിലകത്തിന്റെ മലയാള മണ്ഡലങ്ങൾ സ്കറിയ സക്കറിയ, ലീലാതിലകത്തിന്റെ രാഷ്ട്രീയം രാഘവ വാര്യർ, ലീലാതിലകത്തിന്റെ സൂത്രഭാഷ്യം സി.കെ. ചന്ദ്രശേഖരൻ നായർ, അതേപോലെ ലീലാതിലക സാമൂഹിക ഭാഷാ ദൃഷ്ടിയിൽ എസ്.ബി. ഷൺമുഖം, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ടി.ബി. വേണുഗോപാല പണിക്കർ. ലീലാതിലകവും പഴയ മലയാളവും തിരുനല്ലൂർ കരുണാകരൻ, ലീലാതിലകം ഒരു നിരീക്ഷണം ഗോദവർമ്മ. വധുവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുകയോ രക്ഷിതാക്കൾക്ക് പണം നൽകി കൊണ്ടുപോകുന്നതോ ആണ് കൈക്കിലെ, കളവ്, കറുപ്പ്, തഴയുട. വധുവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുകയോ രക്ഷിതാക്കൾക്ക് പണം നൽകി കൊണ്ടുപോകുന്നതോ ആണ് കൈക്കിലെ, കളവ്, കറുപ്പ്, തഴയുട. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സംഘകാല സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദങ്ങളാണല്ലേ ഇതൊക്കെ. കൈക്കിളെ, കളവ്, കറുപ്പ്, തഴയുട എന്നതൊക്കെ പറയുന്നത്. വധുവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോവുകയോ രക്ഷിതാക്കൾക്ക് പണം നൽകി കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ളതാണ് കൈക്കിള എന്ന് പറയുന്നത്. കൈക്കിള എന്ന് പറഞ്ഞാല് വധുവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോവുകയോ രക്ഷിതാക്കൾക്ക് പണം നൽകി കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ളതാണ് കൈക്കിള എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളവ് പരസ്പരം സ്നേഹിക്കുന്ന യുവതീ യുവാക്കൾ രഹസ്യമായി കല്യാണം കഴിക്കുന്നതാണ് കളവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരസ്പരം ഇഷ്ടമുള്ള യുവതീ യുവാക്കൾ രഹസ്യമായി കല്യാണം നടത്തുന്നു. ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഏതെന്ന് പറയുന്നത് കളവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കറുപ്പ് എന്നാല് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി വിവാഹം ചെയ്യുന്നതിനെയാണ് കറുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കളവ് എന്ന് പറഞ്ഞാല് ഇഷ്ടമുള്ള യുവതീ യുവാക്കളെ രഹസ്യമായി വിവാഹം കഴിക്കുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാല് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി വിവാഹം കഴിക്കുന്നതിനെയാണ് കറുപ്പ് എന്ന് പറയുന്നത്. സംഘകാല സ്ത്രീകളുടെ വസ്ത്രം, വേഷം എന്നിവയാണ് എന്തെന്ന് പറയുന്നത്
തഴയുട എന്ന് പറയുന്നത്. തഴയുട സംഘകാല സ്ത്രീകളുടെ വേഷത്തെയാണ് തഴയുട എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, കൈക്കിള എന്ന് പറഞ്ഞാൽ വധുവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതോ രക്ഷിതാക്കൾക്ക് പണം നൽകി കൊണ്ടുപോകുന്നതോ ആണ് കൈക്കിളെ. കളവ് എന്ന് പറഞ്ഞാല് പരസ്പരം ഇഷ്ടമുള്ള യുവതി യുവാക്കള് എന്ത് ചെയ്യുന്നു? രഹസ്യമായി കല്യാണം കഴിക്കുന്നു. കറുപ്പ് എന്നാല് രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി നടത്തുന്ന വിവാഹത്തെയാണ് പറയുന്നത്. സംഘകാല സ്ത്രീകളുടെ വസ്ത്രത്തെ, വേഷത്തെയാണ് തഴയുട എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് പേരുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. മുന്നീർ. എന്താണ് മുന്നീർ എന്ന് പറഞ്ഞാല്? സംഘകാലത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന മദ്യം അല്ലെങ്കിൽ ലഹരിയാണ് എന്ത് പറയുന്നത്? മുന്നീർ എന്ന് പറയുന്നത്. സംഘകാലത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ലഹരി വസ്തുക്കളെ അല്ലെങ്കിൽ മദ്യത്തെയാണ് എന്ത് പറയുന്നത്? മുന്നീർ എന്ന് പറയുന്നത്. പുലച്ചിക്കല്ലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സതി അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ പട്ടടകളിൽ സ്ഥാപിക്കുന്ന കല്ലുകളെയാണ് പുലച്ചിക്കല്ലുകൾ എന്ന് പറയുന്നത്. സതി അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ പട്ടടകളിലെ സ്ഥാപിക്കുന്ന കല്ലുകളെയാണ് പുലച്ചിക്കല്ലുകൾ എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തു വെക്കുക. വടതിരിക്കൽ. എന്താണ് വടതിരിക്കൽ എന്ന് പറഞ്ഞാല്? യുദ്ധത്തിലെ ശത്രുവിന്റെ ആയുധം കൊണ്ട് മുതുകിൽ മുറിവേറ്റാൽ അങ്ങനെയുള്ളവര് അത് അപമാനമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? വടക്കു നോക്കി ഇരിക്കും. എന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ സ്വയം കുത്തി മരിക്കും. അതിനെയാണ് വടതിരിക്കൽ എന്ന് പറയുന്നത്. ഉദിയൻ ചേരലാതൻ മരിച്ചത് ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. ഏതിലെയും മധുരിക്കുന്ന കാടുകൾ. ഏതിലെയും മധുരിക്കുന്ന കാടുകൾ ആരുടെ ലേഖനമാണ്? കൽപ്പറ്റ നാരായണൻ, KP അപ്പൻ, സുകുമാർ അഴീക്കോട്, T പത്മനാഭൻ. KP അപ്പൻ, കൽപ്പറ്റ നാരായണൻ, സുകുമാർ അഴീക്കോട്, T പത്മനാഭൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കൽപ്പറ്റ നാരായണൻ. കൽപ്പറ്റ നാരായണന്റെ കൃതിയാണ് ഏതിലെയും മധുരിക്കുന്ന കാടുകൾ എന്ന് പറയുന്നത്. ഏതിലെയും മധുരിക്കുന്ന കാടുകൾ കൽപ്പറ്റ നാരായണൻ എഴുതിയ ലേഖനമാണ്. നളചരിത സാര ശോധന എന്ന നളചരിത വ്യാഖ്യാനത്തിന്റെ കർത്താവ്. നളചരിതത്തെ കുറിച്ച് നിരവധി എഴുത്തുകാർ ഇതേപോലെ വ്യാഖ്യാനങ്ങള് രചിച്ചിട്ടുണ്ട്. അതില് നളചരിത സാരശോധന എന്ന നളചരിത വ്യാഖ്യാനം രചിച്ചത് ആരാണ്? ആർ നാരായണപ്പണിക്കർ, ഗുണ്ടർട്ട്, KM ജോർജ്, ഇളംകുളം കുഞ്ഞൻപിള്ള. ആർ നാരായണപ്പണിക്കർ, ഗുണ്ടർട്ട്, KM ജോർജ്, ഇളംകുളം കുഞ്ഞൻപിള്ള. ശരിയായ ഉത്തരം ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ടാണ് നളചരിത സാരശോധന എന്ന പേരില് നളചരിത വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത്. ആർ നാരായണപ്പണിക്കരുടെ നളചരിത വ്യാഖ്യാനമാണ് സഹൃദയ രഞ്ജിനി. ഗുണ്ടർട്ട് നളചരിത സാരശോധന. നളചരിത വ്യാഖ്യാനം ഇളംകുളം കുഞ്ഞൻപിള്ള. അപ്പൊ ഓർത്ത് വെക്കുക, സഹൃദയ രഞ്ജിനി ആർ നാരായണപ്പണിക്കർ, നളചരിത സാരശോധന ഗുണ്ടർട്ട്, ഇളംകുളം കുഞ്ഞൻപിള്ള നളചരിത വ്യാഖ്യാനം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക കാന്താര താരകം AR രാജരാജവർമ്മ. കാന്താര താരകം AR രാജരാജവർമ്മ. രസിക കൗതുകം MH ശാസ്ത്രികൾ. രസിക കൗതുകം MH ശാസ്ത്രികൾ. ദീപിക ദേശമംഗലം രാമവാര്യർ. കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ. പത്മന രാമചന്ദ്രനാണ് കൈരളി വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഓർക്കുക, നളചരിതത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് കാന്താര താരകം AR രാജരാജവർമ്മ, സഹൃദയ രഞ്ജിനി ആർ നാരായണപ്പണിക്കർ, നളചരിത വ്യാഖ്യാനം ഇളംകുളം കുഞ്ഞൻപിള്ള, കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ, അതുപോലെ ദീപിക ദേശമംഗലം രാമവാര്യർ. ദീപിക ദേശമംഗലം രാമവാര്യർ. രസിക കൗതുകം MH ശാസ്ത്രികൾ. രസിക കൗതുകം MH ശാസ്ത്രികൾ. നളചരിതവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കൃതികളുടെ പേരുകളും കൂടി പറയാം. ഇതും പരീക്ഷകളില് ആവർത്തിച്ച് വന്നിട്ടുള്ളത് തന്നെയാണ്. നളചരിതത്തിലൂടെ മാരാർ, നളചരിതത്തിലൂടെ മാരാർ, നളചരിത സന്ദേശം അയ്മനം കൃഷ്ണ കൈമൾ, നളചരിത സന്ദേശം അയ്മനം കൃഷ്ണ കൈമൾ, നളചരിതം ആട്ടപ്രകാരം കലാമണ്ഡലം കൃഷ്ണൻ നായർ. കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് നളചരിതം ആട്ടപ്രകാരം രചിച്ചിരിക്കുന്നത്. ഇത് മൂന്നും ഓർത്തു വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ലീലാതിലകവുമായി ബന്ധപ്പെട്ട് വരുന്ന പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നളചരിത വ്യാഖ്യാനങ്ങള്, പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ ഏതാണെന്ന് പഠിച്ചു. സംഘകാല സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങളെ പരിചയപ്പെട്ടു.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും നന്നായി തന്നെ പഠനം തുടരുക.